ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തെ കറുത്ത പാട്, കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല ഈവൺ ആയിട്ടുള്ള കളർ വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വൈറ്റമിൻ സി സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വൈറ്റമിൻ സി സെറം പുറത്തുനിന്ന് വാങ്ങാൻ അത്യാവശ്യം നല്ല വിലയെല്ലാം. അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വൈറ്റമിൻ സി സെറത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. നമുക്കത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് കളർ മുസമ്പി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ തൊലി നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെറുകിയെടുക്കുക. തൊലി ചെറുകിയെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും അതിൻ്റെ വൈറ്റ് പാർട്ട് ഇതിൻ്റെ കൂടെ പെട്ടുപോകാൻ പാടില്ല. കാരണം ഇത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ വൈറ്റമിൻ സി സെറം വീട്ടിലുണ്ടാക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതുപോലെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കുന്നവരും എല്ലാം വൈറ്റ് സാധനം പെട്ടുപോകാണ്ട് നോക്കണം. അതായത് അതിൻ്റെ തൊലീൻ്റെ മേലെ തന്നെ വരുന്ന ഒരു വൈറ്റ് പാർട്ടുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് ഈ കാണിച്ചു തരുന്നത്. അത് പെട്ടുപോകരുത്. അപ്പോൾ ഇതൊരു 3-4 ടേബിൾ സ്പൂൺ തൊലി ഞാൻ ചെറുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല്, പുറത്തു നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും പാക്കറ്റിൽ വാങ്ങുന്ന കറിക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം, റോസ് വാട്ടറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇത് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള റോസ് വാട്ടറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതൊരു അരിപ്പയിൽ കൂടി അരിച്ച് അതിൻ്റെ നീര് എടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് നിർബന്ധമായിട്ട് നിങ്ങളിത് മാറ്റി വെക്കണേ, സോക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് ഇതിൻ്റെ നീരെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി നീര് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ ഓയിൽ യൂസ് ചെയ്യാം. അതും കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റമിൻ സി സെറം ഇവിടെ റെഡിയായി. ഇനി നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നർ, ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഇത് ഒഴിച്ച് വെച്ച് നമുക്കൊരു 5-6 ദിവസം ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നും ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മുഖത്തേക്ക് തേച്ചാൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതപ്പോൾ ഇതുപോലെ മുഖത്തേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് രാവിലെ കഴുകിയാൽ മാത്രം മതി കേട്ടോ. അതുവരെ നിങ്ങൾ ഇത് മുഖത്ത് തന്നെ വെക്കുക. നല്ലൊരു റിസൾട്ടാണ്, നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം മുഖത്തേക്ക് വരുന്നത് കാണാം. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് അത് ബോട്ടിലേക്ക് ഇതാക്കിയിട്ട് യൂസ് ചെയ്യരുത്. ഒരു സ്പൂണോ എന്തെങ്കിലും ഫില്ലറോ ഉപയോഗിച്ചിട്ട് കൈകളിൽ എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.